നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി മലയാളികളെ നടുക്കിയ അബുദാബിയിലെ ഇരട്ട കൊലപാതകത്തിൽ വഴിത്തിരിവ്. സംഭവവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെടുത്ത് നടത്തിയ പോസ്റ്റ്മോർട്ടങ്ങളുടെ ഫലം പോലീസിന് കിട്ടിയിരിക്കുകയാണ്. കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുന്നതായാണ് റിപ്പോർട്ടുകളെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. കോഴിക്കോട്ടെ പ്രവാസി വ്യവസായി തത്തമ്മപ്പറമ്പിൽ ഹാരിസ്, സഹപ്രവർത്തക ഡെൻസി എന്നിവരെ കൊലപ്പെടുത്തിയതാണെന്ന് മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബ ഷെരീഫ് വധക്കേസിലെ കൂട്ടപ്രതികളുടെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തിയത്. അതോടൊപ്പം തന്നെ 2020 മാർച്ച് 5-നാണ് അബുദാബിയിലെ ഫ്ളാറ്റിൽ ഹാരിസ്, ഡെൻസി എന്നിവരെ മരിച്ച നിലയിൽ കണ്ടത്. ഡെൻസിയെ കൊലപ്പെടുത്തി കൈഞ്ഞരമ്പ് മുറിച്ച് ഹാരിസ് ആത്മഹത്യ ചെയ്തെന്നാണ് സാഹചര്യ തെളിവുകൾ വെച്ച് അബുദാബി പോലീസ് കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിഗമനത്തെ സാധൂകരിക്കുകയുണ്ടായി. ഇതേ തുടർന്ന് ഹാരിസിന്റെ മൃതദേഹം മാർച്ച് 9-ന് നാട്ടിലെത്തിച്ച് കുന്ദമംഗലം ഈസ്റ്റ് മലയമ്മ ജുമാ മസ്ജിദിൽ ഖബറടക്കുകയുണ്ടായി. ഡെൻസിയുടെ മൃതദേഹം ചാലക്കുടി പള്ളിയിലും സംസ്കരിച്ചു. മരണങ്ങളിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് ഹാരിസിന്റെ കുടുംബം പരാതി നൽകിയെങ്കിലും വെല്ലുവിളികൾക്ക് മുൻപിൽ നിസ്സഹായരായി. അതോടൊപ്പം തന്നെ ഷാബ ഷെരീഫ് വധക്കേസിലെ മുഖ്യപ്രതി നിലമ്പൂർ കൈപ്പഞ്ചേരി ഷൈബിൻ അഷ്റഫിന്റെ നിർദ്ദേശപ്രകാരം ഹാരിസിനെയും ഡെൻസിയെയും വധിച്ചതായി കൂട്ടാളികളുടെ വെളിപ്പെടുത്തലുകൾ വഴിത്തിരിവായി. ഹാരിസിന്റെ മാതാവ് സാറാബി, സഹോദരി ഹാരിഫ എന്നിവരുടെ പരാതിയിൽ കൊലക്കുറ്റത്തിന് നിലമ്പൂർ പോലീസ് കേസെടുക്കുകയുണ്ടായി. അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ അപേക്ഷ പ്രകാരം ഹാരിസിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കഴിഞ്ഞ ഓഗസ്റ്റ് 8-ന് പുറത്തെടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ലിസ ജോണിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തുകയും ചെയ്തു. ഇതേ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിദഗ്ധൻ ഡോക്ടർ ഉമേഷിന്റെ മേൽനോട്ടത്തിൽ ഓഗസ്റ്റ് 25-നാണ് ഡെൻസിയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയത്. അവശിഷ്ടങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചു. ഹാരിസിന്റെ കൈയിലെ മുറിവ് ആഴത്തിലുള്ളതാണെന്നും സ്വയം മുറിച്ചതല്ലെന്നും റിപ്പോർട്ടിലെ സൂചന കൊലപാതകത്തിന് തെളിവാണെന്നാണ് കിട്ടുന്ന വിവരം. എന്നാൽ റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പോലീസ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. കേസ് അന്വേഷിക്കുന്ന CBI തിരുവനന്തപുരം യൂണിറ്റിന് ഫയലിനൊപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പോലീസ് കൈമാറിയിരിക്കുകയാണ്.